ഇന്ന് സ്ഥിതി ചെയ്യുന്നില്ലാത്ത വൻകരയാണ് സാഹുൽ. ഓസ്ട്രേലിയ, ടാസ്മാനിയ, ന്യൂഗിനി തുടങ്ങിയ അനേകം ദ്വീപുകൾ പണ്ട് സാഹുലിന്റെ ഭാഗമായിരുന്നു. 42,000 വർഷങ്ങൾക്ക് മുമ്പ് സാഹുലിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് സഞ്ചിമൃഗങ്ങളെ മനുഷ്യർ എത്തിച്ചിരുന്നു എന്നാണ് പുതിയ ഗവേഷണം പറയുന്നത്. ഇതേക്കുറിച്ച് മനസ്സിലാക്കിയ ഗവേഷകർ പരിശോധനയും നടത്തി. വലേഷ്യ എന്ന ദ്വീപ് നിരയിൽപ്പെട്ട ദ്വീപുകളിലൊന്നാണ് ടാനിംബാർ. ഓസ്ട്രേലിയയെ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഭൗമഘടന പ്രകാരം വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് വലേഷ്യ. ഓസ്ട്രേലിയയിലേക്ക് 1,00,000 വർഷം മുമ്പ് മനുഷ്യരുടെ കുടിയേറ്റം നടന്നത് ഇതുവഴിയാണ്. വലേഷ്യയിൽ മറ്റു പല ദ്വീപുകളിലും ആദിമ മനുഷ്യ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ടെങ്കിലും ടാനിംബാറിൽ ഇത് സാധിച്ചിരുന്നില്ല. വളരെ വിദൂര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപായതിനാൽ ഇവിടെ മനുഷ്യർക്ക് എത്താൻ സാധ്യത കുറവെന്നായിരുന്നു ശാസ്ത്രജ്ഞരുടെ അനുമാനം. എന്നാൽ ഇവിടെ നിന്നും മനുഷ്യ സാന്നിധ്യം സംബന്ധിച്ച തെളിവുകൾ കണ്ടെത്തിയതോടെ ഈ നിഗമനം തെറ്റാണെന്നും തെളിയിച്ചു. വലേഷ്യയിലെ മറ്റു ദ്വീപുകളിലെല്ലാം തന്നെ എത്താൻ വള്ളങ്ങളും ചങ്ങാടങ്ങളും പോലുള്ള ലളിത സമുദ്ര ഗതാഗത മാർഗങ്ങൾ മതിയെന്നായിരുന്നു ഗവേഷകരുടെ പഠനം. എന്നാൽ ടാനിംബാറിലെത്താൻ കൂടുതൽ ശക്തവും സങ്കീർണവുമായ നാവിക ഗതാഗത മാർഗങ്ങൾ വേണമെന്നും ഗവേഷകർ വിലയിരുത്തി. ടാനിംബാർ ദ്വീപിൽ സഞ്ചിമൃഗങ്ങളുടെ അസ്ഥികളും കണ്ടെത്തിയിരുന്നു. ഇവ എങ്ങനെ എത്തിയതെന്നൊക്കെ സംശയത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയൊരു പഠനത്തിൽ ഗവേഷകർ പറയുന്നത് ഇവയെ മനുഷ്യർ ഇങ്ങോട്ട് കടത്തിയതെന്നാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ആദ്യ മൃഗക്കടത്തലായിരിക്കും ഇത്. എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്നതിന് കൂടുതൽ തെളിവുകളും ലഭിച്ചിട്ടില്ല. നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള മൃഗക്കടത്ത് 24,000 വർഷം മുൻപാണ് സംഭവിച്ചത്. കസ്കസ് എന്ന സഞ്ചിമൃഗത്തെയാണ് സാഹുലിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.